ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഫ്രോക്കിന് ബാക്കിൽ എങ്ങനെ സിബ് അറ്റാച്ച് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ആദ്യം ഫ്രോക്കിൻ്റെ ബാക്ക് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ലൈനിങ്ങും അതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് രണ്ടിൻ്റെയും സെൻറ്റർ കട്ട് ചെയ്യുക. എന്നിട്ട് ആ സെൻറ്ററിലുള്ള ഭാഗമില്ലേ, അത് നല്ല ഭാഗത്തിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് അടിച്ച് മറയ്ക്കണം. എന്നിട്ട് ബാക്കി ഭാഗം കാണാം കേട്ടോ, കണ്ടോളൂ. തുണിയുടെ സെൻറ്റർ കട്ട് ചെയ്ത ഭാഗം നല്ല ഭാഗത്തിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് ആ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അത് മറയ്ക്കണം. ഉണ്ടോ, ഇങ്ങനെ മറച്ചെടുക്കുക. മറച്ചെടുത്തു. ഇതുപോലെ മറ്റേ ഭാഗം നമുക്ക് ചെയ്യാം. ഇങ്ങനെ മറിച്ച് പിടിച്ച് അടിച്ച് മറിച്ചെടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. ഇനി അതിൻ്റെ മറിച്ചിട്ട് അതിൻ്റെ ഭാഗം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം നമുക്ക്, അത് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. പതിച്ചടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീറ്റാവാൻ വേണ്ടിയിട്ടാണ് പതിച്ചടിക്കുന്നത് കേട്ടോ. അങ്ങനെ രണ്ട് ഭാഗവും പതിച്ചടിക്കുക. ഉണ്ടോ, ഇതൊരു നൈറ്റി തുണിയുടെ പീസാണ്, കട്ട് പീസാണ്. അതുകൊണ്ടാണ് ഡിസൈനൊന്നും നോക്കാണ്ടാണ് കെട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി സിബ് വെച്ചിട്ട് അതിൻ്റെ റണ്ണറിൻ്റെ മുകളിൽ കയറാണ്ട് ചേർത്ത് വെച്ച് നമുക്ക് അടിച്ചു കൊടുക്കാം. ചേർത്ത് വെച്ച് അടിച്ചെടുക്കാം. ഒരു ഭാഗം അടിക്കൽ കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗത്ത് സിബ് മൂടി ഇരിക്കത്തക്കവണ്ണം തുണി വെച്ച് ഉണ്ടാവും. സിബ് ഇട്ടാൽ മൂടിയിരിക്കണം പോലെ തുണി വെച്ച് ഇതിന് മേലെ അടിച്ചു കൊടുക്കണം. അതും റണ്ണർ ഇടുന്ന ഭാഗത്ത് കയറാൻ പാടില്ല കേട്ടോ. ഒരേ ലെവലിൽ വെച്ച് നോക്കി വേണം അടിക്കാനായിട്ട്. റണ്ണറുമ്മക്കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ സിബ് ഊരാനോ ഇടാനും നമുക്ക് പറ്റില്ല. സിബ് വേഗം കേടാവും ചെയ്യും. ഉണ്ടോ, ഇങ്ങനെ അടിച്ചെടുത്തു. ഉണ്ടോ, ഇതുപോലെ എടുക്കുക.